ഞാൻ ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ പോകുമായിരുന്നു. നിങ്ങളടുത്ത് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. എനിക്ക് കാട്ടാക്കടയോട്ട് പോകണം. ഞാൻ വെള്ളയുടെ നിന്ന് വരിക. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം. ഞാൻ കളിക്കുള്ളതെന്ന് തുടങ്ങിയതാണ്. കളിക്കുള്ളതെന്ന് തുടങ്ങി ഇങ്ങനെ പാറശാല വഴി ഞങ്ങൾ അവിടെ നെയ്യാറ്റിൻകരയ്ക്ക് എത്തി. അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ വെള്ളയുടെ വഴി ഇനി തിരിച്ച് കാട്ടാക്കടയ്ക്ക് പോവുക. ഇത് കാലായി അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പൂര് കഴിഞ്ഞിട്ടാണ്. ഒറ്റ ശേഖരമംഗലം അല്ലേ? ഓ ശരി ശരി ശരി. കാലായി ഈ കാലായിൽ എന്നുള്ള പേര് എന്താണ് എങ്ങനെ വന്നെന്നറിയോ? കാലായിൽ പണ്ടേ അങ്ങനല്ല, എല്ലാ പേരും പണ്ടേ വരുന്നതാണ്, പുതിയ പേരല്ലല്ലോ. അപ്പോൾ കാലായിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എന്താണ് പരിപാടി? കൂലിപ്പണി. എല്ലാവരും കൂലിപ്പണി ഉണ്ട്. കൂലിപ്പണി എന്ന് പറയുമ്പോൾ എന്താണ്? മമ്മട്ടി വൃത്തിയാക്കൽ, പറമ്പ് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ അല്ലേ? സംസാരമൊക്കെ വൈകുന്നേരം ഈ റോഡിലൂടെ പോകുന്നവരെ ആളുകളെ കണ്ടും കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. ആർക്കും ശല്യമില്ലെന്ന്, നമ്മളെ കൊണ്ട് ആർക്കും ശല്യമില്ലെന്ന്, അവര് നമുക്ക് ആർക്കും ശല്യമില്ല. നമ്മളെ കൊണ്ട് ശല്യമില്ല, വരുന്നവർക്കും ശല്യമില്ല. ഇത്തിരി നല്ല ഒരു തല്ലിപ്പൊളി ബാച്ചല്ല. ആ പാടെ എന്തെങ്കിലും തല്ലിപ്പൊളി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഉള്ളൂ. തല്ലിപ്പൊളി നമ്മൾ സാധാ പാവങ്ങൾ തന്നെയാണ്. തല്ലിപ്പൊളി അല്ല, തല്ലിപ്പൊളി അല്ല, തല്ലിപ്പൊളി കാഴ്ച ഇവിടെ ഇല്ല. പയ്യന്മാരുണ്ട്, എവർക്ക് കൊണ്ടങ്ങ് പോകും. അതുകൊണ്ടങ്ങനെ കൊള്ളാന്നുള്ള കാര്യമാണ്. ഡീസൻ്റ് ആണ്. ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ വിടുകയില്ല. ഇപ്പം ഈ വെള്ളറട എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സെൻ്റർ ആണല്ലേ? പ്രധാനപ്പെട്ട സെൻ്റർ എന്ന് പറയാൻ തമിഴ്നാട് കേരളമായിട്ടുള്ള അതിർത്തിയാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഇത്തിരി ഏരിയ എന്ന് പറയുമ്പോൾ പനിച്ചമ്മൂടും ഉണ്ട്, അത് കഴിച്ച് കാട്ടാക്കട ചന്ത ഏരിയ വിസിറ്റ് മേഖലയാണ്. വെള്ളറട പോരാ, വെള്ളറ രാഷ്ട്രീയ ഉണ്ട്, ആശുപത്രിയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നല്ല ബിവറേജ് ഉണ്ട്. ബിവറേജ് അതാണ് നമുക്കിവിടെ ആവശ്യത്തിന്. ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ വെള്ളറട പോകണം. ഇവിടെ മുന്നി വെള്ളറട പോകണം, അല്ലെങ്കിൽ കാട്ടാട പോകണം. ഓ അതൊരു പാടാണല്ലോ. ഇവിടത്തേക്ക് ഒരെണ്ണം വേണമെന്ന് ആവശ്യപ്പെട്ടുവിടെ നമുക്ക്. ഇവിടത്തേക്ക് ഒരെണ്ണം വരാൻ നിന്നാൽ പോലും നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് വേണ്ട. നമ്മൾ കഴിക്കുന്നവരാണെങ്കിൽ പോലും സാധനം വേണ്ട. നമ്മൾ വേണം എവിടെയെങ്കിലും പോയി കഴിച്ചോളാം, ഇവിടെ വേണ്ട. അത് നല്ലൊരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ? എല്ലാവരും ഇവിടെ വേണം എന്ന് പറഞ്ഞാണ് അടിയിടുന്നത്. പിള്ളേർ നമ്മളെ ചീത്തയായി, വരും തലമുറ ചീത്തയാവും. ഇത് വെള്ളട ഉണ്ട്. വെള്ളട ഈ പറഞ്ഞിട്ട് 1-ാം തീയതിയാണ്. 1-ാം തീയതി വെള്ളട അവധി ദിവസമാണ്. ഇന്ന് മറ്റേ ഇതല്ലേ ഇന്ത്യ ഒട്ടാകെ കിട്ടില്ല. അല്ല എങ്കിൽ വെള്ളട പോയി പിന്നെ ഡെയിലി വാങ്ങുന്നവർ വെള്ളട പോയില്ലെങ്കിൽ അവർ 100 പഞ്ച് വെട്ടി പോകും. അല്ല ചെറിയല്ലേ, അത് തമിഴൻ്റെ. ഓ അവിടെ കാശ് കുറവല്ലേ? 150 ക്വാർട്ടർ. ഇവിടെ 180, 40 രൂപയുടെ വ്യത്യാസമുണ്ട്. സാധനത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ കാശ് കുറവുണ്ടല്ലേ? എന്നാൽ പിന്നെ അവിടെ നിന്ന് പോയാൽ വാങ്ങിച്ചാൽ പോരും. അല്ല, അപ്പോൾ കാശ് കുറവുള്ളപ്പോൾ അവിടെ നിന്ന് തന്നെ പോയി വാങ്ങിച്ചാൽ പോരും. വ്യത്യാസമുണ്ട്. ഓ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. അത് ശരി. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം എൻ്റെ ക്വാളിറ്റി ഒക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. തമിഴിൻ്റെ കട്ട. പക്ഷേ കേരളത്തിൻ്റെ കുഴപ്പമില്ല. ശരി ശരി. അതിന് വ്യത്യാസമുണ്ട്. അവരുടെ ഫിറ്റ് കൂടുതൽ, ഇത് മീഡിയം. മറ്റേ ഫിറ്റ് കൂടുതലാണ്. ഒരു പിടി. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇതിന് ലാബിൽ വെച്ച് പരിശോധിച്ച പോലെയാണ് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് അറിയാം. ഞാൻ കഴിക്കില്ല. ഞാൻ മറ്റേ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസൻ്റ് ആണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പത്മശ്രീ ഒന്നും കിട്ടണ്ട അതിൻ്റെ പേരിൽ അല്ലേ? ഇല്ല, ചുമ്മാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തമാശകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. ചൂട് അങ്ങനെ ഉണ്ട്. അതിൽ ഇങ്ങനെ ഷർട്ടൊക്കെ ഒരു ഇതായിരിക്കും. എത്രയും വേർപ്പുണ്ട്. ഇതുണ്ട് വെപ്പ്. അവിടെ ഇവിടെ തന്നെ ചൂട് അങ്ങോട്ടുണ്ട്. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിന്ന് ഈ ചൂടൊന്നും ഇല്ലല്ലോ. ഏത് നമ്മളെ പ്രായങ്ങൾ തെറ്റി. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ദിവസം അടുത്തടുത്ത് വരെയല്ലേ? ആണ്. അതൊക്കെ തീരുമാനിച്ചിട്ടിരിക്കുക. ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അങ്ങോട്ടുള്ള ഡേറ്റും നോക്കിയിരിക്കുകയാണ്. എവിടെ പോകണമെന്നാണ് ഉദ്ദേശം? അങ്ങോട്ടുള്ള ഡേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ് ഉദ്ദേശം.
പ്ലാൻ സ്വർഗത്തിലേക്ക് പോകണമെന്നോ നരകത്തിലേക്ക് പോകണോ എന്താണ്? ദൈവം എവിടെ വിളിക്കുമെന്ന് പറയാൻ ഒക്കില്ല. നമ്മൾ ഈ പറഞ്ഞിത്തിരി ഓരോരുത്തർ പറയും, പള്ളിയിൽ പാസ്റ്റർ പറയും, അച്ഛന്മാർ പറയും, ഈ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റേ ഈ രാജ്യത്തിൽ നല്ല രീതിയിൽ ദൈവമായിട്ട് ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകും, ബാക്കിയുള്ളവർ നരകത്തിൽ പോകും. പക്ഷേ ഈ പറഞ്ഞ നമ്മളെ പോലെയുള്ള ഭാവികൾ സ്വർഗത്തിൽ പോയാലും ഈ നമ്മളെ പഠിപ്പിക്കുന്ന ചിലപ്പോൾ നരകത്തിലേ പോകും. കയ്യിൽ പതാക്കും. നമുക്കിവിടെ വെള്ളത്തിനും ദാരിദ്ര്യമില്ല കേട്ടോ. നമുക്കിവിടെ ഇഷ്ടം പോലെ കൂടെ മഴയുണ്ട്, അപ്പുറത്ത് പുഴയുണ്ട്, ചെറിയ തോടുണ്ട്, അപ്പുറത്ത് മണ്ഡപത്തും കൂടെ ചെല്ലുമ്പോൾ വലിയ ആറുണ്ട്, ഡാമിങ് വേണ്ട. അതെല്ലാം ജലസാന്നിധ്യം ഇവിടെ ഉണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ല. ആക്കും എല്ലാ കിണറുകളിലും വെള്ളമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കൃഷിക്ക് നല്ല അനുയോജ്യമാണ്. കുഴപ്പമില്ല. ജീവിതം ഇത്രയും കാലം എല്ലാം ഹാപ്പിയാണ്. പ്രത്യേകിച്ച് നമുക്ക് നഷ്ടമൊന്നുമില്ല. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. നഷ്ടപ്പെടാനുള്ളതെല്ലാം പെട്ടു. അതെന്ത് മരിച്ചു. ഓ അങ്ങനെ 3 പെമ്പിള്ളേരുണ്ട്, 3.5 ആഴ്ച. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നു. ഒറ്റയ്ക്കാണ്. നീ എന്തിന്? ഇപ്പം നമ്മൾ ഇന്ന് കാണുന്നവരെല്ലാം ഒറ്റയ്ക്കാണല്ലോ. എന്താണെന്നല്ലോ, ഇന്ന് ഞങ്ങൾ 2-3 പേരെ കണ്ടു. എല്ലാവരും ഒറ്റയ്ക്കാണ്. എല്ലാവരും അല്ല, ഞങ്ങൾ കണ്ട കാര്യം പറഞ്ഞു. ഞങ്ങൾ അപ്പുറത്തൊരു സുമാരൻ ചേട്ടനെ കണ്ടു, ചായക്കട നടന്നു. പുള്ളി ഇതുപോലെ ഭാര്യ മരിച്ചു, മകൻ ഒരാളെ ഉണ്ടായിരുന്നു, അയാളും മരിച്ചു. പുള്ളി ഒറ്റയ്ക്ക് ഒരു ചായക്കടയും പുള്ളി. അങ്ങനെ എല്ലാവരും ഒറ്റയ്ക്ക് ഒന്നും എല്ലാവരും ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മളതിൻ്റെ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മളങ്ങ് പോകും. അതേ വേറെ എന്തെങ്കിലും ജോലി അങ്ങോട്ട് ചെയ്യുന്നു. 5 വർഷം കളിച്ചും പിടിച്ചും കാണും. അത് കഴിയുമ്പം പിന്നെ ഓർമ്മയ്ക്ക് പോലും ഇല്ല ആരും. അത്രേ ഉള്ളൂ. യാത് മനുഷ്യനായാലും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നാടിങ്ങനെയൊക്കെ തന്നെ പോട്ടെ അല്ലേ? ഞങ്ങളെ ഇനിയുള്ള കാലങ്ങളില്ല, ഇങ്ങനെയും പോകില്ല, ഇങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ അതെന്താ പ്രതീക്ഷ പോയത്? പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വരുന്ന ഈ തലമുറകളൊന്നും ശരിയല്ല. അതിപ്പോൾ നമ്മുടെ മക്കളായാൽ പോലും ശരിയല്ല. അത് അവരെ നല്ല രീതിയിലോട്ട് നയിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇത് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ കയ്യിൽ നിന്ന് കാണിക്കുന്ന വേലകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ടം വിട്ടു. കണ്ണടച്ചുകൊണ്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ പണ്ട് വായനശാലയും ക്ലബ്ബോ. ഇത് ഇപ്പോഴത്തെ കാലം. അപ്പോൾ ഇനി 5-6 ദിവസം കൂടി കഴിഞ്ഞാലാ അതെ തീരെ ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ മുമ്പേ നമ്മളങ്ങ് പോകുന്നതാണല്ലോ. അതൊക്കെയുള്ളൂ. സമയം അങ്ങ് പോകും. ആരും കൊണ്ടുപോട്ടെ. ഞങ്ങളടുത്ത് സ്ഥലം കണ്ടുപിടിച്ചോട്ട് പോട്ടെ. ഞങ്ങള് വൈകുന്നേരം എന്തോ അല്ലല്ല, ഇന്ന് ഇവിടെ തിരുവനന്തപുരം സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ വീണ്ടും പ്രധാനത്തേട്ടൻ എന്ന് പറഞ്ഞു ഒറ്റ ചേര മലങ്ങോടി കാട്ടാക്കട എത്തും. കാട്ടാക്കട വഴി ഇങ്ങനെ കിടക്കല്ലേ, ബോർഡ് എഴുതി വെച്ചിട്ടില്ലേ അങ്ങോട്ട്. കാട്ടാക്കട നേരെ എന്ന് പറഞ്ഞ് ആരോഗ്യം കൊടുത്ത് വെച്ചിരിക്കല്ലേ. അപ്പോൾ നമ്മൾ നോക്കി പോയാൽ പോരെ. നമ്മൾക്ക് അറിയാം ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഇത് തന്നെ പണി, ഇപ്പോഴത്തെ പണി ഇത് തന്നെ. ഈ സ്ഥലം കാണാൻ പോകും. വേറെ ജീവിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോന്നാണോ ചോദിച്ചത്? അതല്ലേ? ജോലി പ്രത്യേകിച്ച് പറയാൻ ഇതൊക്കെ തന്നെ. ഈ TV മേഖലയും ഇതൊക്കെ ആയിട്ട് തന്നെ നടക്കുകയാണ്. ഇതൊക്കെ ഒരു ജോലി തന്നെ. എൻ്റെ അമ്മ അയ്യോ. അപ്പോൾ ഇവരുടെയൊക്കെ ആരോഗ്യം, ഇവർക്ക് മുട്ടിനും നടുവിനൊന്നും പ്രശ്നം കാണത്തില്ല. പക്ഷെ നമുക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, ഇരിക്കാനും എഴുന്നേക്കാനും ഒക്കെ. എല്ലാവരും മുട്ടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നടക്കാം.